ഹലോ ഫ്രണ്ട്സ്, പണം സമ്പാദിക്കൽ എളുപ്പമാണോ? സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ദിവസം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം, വീട്ടിലിരുന്ന് കോടീശ്വരനാകാം, ഈ ഒരു ട്രിക്ക് ചെയ്താൽ ജീവിതം മാറും. ഇതെല്ലാം കേൾക്കുമ്പോൾ പണം സമ്പാദിക്കാൻ വളരെ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? പണം സമ്പാദിക്കൽ അസാധ്യമല്ല, എന്നാൽ പലരും കരുതുന്നത് പോലെ എളുപ്പവുമല്ല. ഇന്ന് പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും അറിയേണ്ട 5 പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1. പണത്തിന് മൂല്യം സൃഷ്ടിക്കണം. ലോകത്ത് ആരും വെറുതെ പണം തരില്ല. നിങ്ങൾ മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പണം ലഭിക്കുന്നത്. ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നു, ഒരു അധ്യാപകൻ അറിവ് നൽകുന്നു, ഒരു ബിസിനസ്സുകാരൻ ആളുകൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നൽകുന്നു. അവർ ആദ്യം മൂല്യം സൃഷ്ടിക്കുന്നു, അതിനുശേഷമാണ് പണം ലഭിക്കുന്നത്. അതുകൊണ്ട് പണത്തിന് പിന്നാലെ ഓടുന്നതിന് മുമ്പ് ഞാൻ മറ്റുള്ളവർക്ക് എന്ത് മൂല്യമാണ് നൽകുന്നതെന്ന് ചിന്തിക്കുക. 2. ക്ഷമയില്ലാതെ വിജയമുണ്ടാകില്ല. പലരും ഒരു കാര്യം തുടങ്ങും, ഒരു മാസം ശ്രമിക്കും, 2 മാസം കാത്തിരിക്കും, ഫലം കാണാത്തപ്പോൾ ഉപേക്ഷിക്കും. പക്ഷേ വിജയിച്ചവരുടെ കഥകൾ നോക്കൂ. അവർ വർഷങ്ങളോളം പരിശ്രമിച്ചു, പരാജയപ്പെട്ടു, വീണ്ടും ശ്രമിച്ചു. ഇന്ന് നിങ്ങൾ കാണുന്ന വിജയത്തിന് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. പണം സമ്പാദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷമയും സ്ഥിരതയും അത്യാവശ്യമാണ്. 3. പഠനം നിർത്തിയാൽ വളർച്ച നിലയ്ക്കും. ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു, പുതിയ അവസരങ്ങൾ വരുന്നു. പഠനം നിർത്തുന്നവർ പിന്നിലാകും. വിജയിക്കുന്ന ആളുകൾക്ക് ഒരു പൊതുവായ സ്വഭാവമുണ്ട്. അവർ പഠിക്കുന്നത് ഒരിക്കലും നിർത്തുന്നില്ല. പുസ്തകങ്ങൾ വായിക്കുന്നു, പുതിയ കഴിവുകൾ പഠിക്കുന്നു, സ്വയം മെച്ചപ്പെടുത്തുന്നു. അറിവുകൾ വർദ്ധിക്കുമ്പോൾ അവസരങ്ങളും വർദ്ധിക്കും. 4. പണം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ധാരാളം പണം സമ്പാദിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെടാറുണ്ട്. കാരണം അവർ പണം സമ്പാദിക്കാൻ പഠിച്ചു, പക്ഷേ പണം കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ല. വരുമാനം കൂടുന്നതിനേക്കാൾ പ്രധാനമാണ് ചെലവ് നിയന്ത്രിക്കുന്നത്. ചെറിയ തുകകളാണെങ്കിലും സേവ് ചെയ്യുക, അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. പണം സമ്പാദിക്കുന്നതും ഒരു കഴിവാണ്, പണം സൂക്ഷിക്കുന്നതും മറ്റൊരു കഴിവാണ്. 5. ശരിയായ മനോഭാവം വേണം. പലർക്കും അവസരങ്ങൾ മുന്നിൽ വന്നാലും അവർ പേടിക്കും. എനിക്ക് കഴിയില്ല, ഞാൻ പരാജയപ്പെടും, മറ്റുള്ളവർ എന്തു പറയും? ഈ ചിന്തകൾ വിജയത്തിലേക്കുള്ള വഴികൾ അടയ്ക്കുന്നു. വിജയിക്കുന്ന ആളുകൾക്ക് പരാജയത്തെ പേടിയില്ല. അവർ ശ്രമിക്കും, തെറ്റുകളിൽ നിന്ന് പഠിക്കും, വീണ്ടും മുന്നോട്ട് പോകും. പണം സമ്പാദിക്കുന്നതിന് മുമ്പ് വിജയിച്ച ഒരാളുടെ മനോഭാവമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം. ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്നതല്ല പ്രധാനപ്പെട്ടത്. 5 വർഷത്തിന് ശേഷം നിങ്ങൾ ആരായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ടത്. കാരണം ഇന്ന് പണമില്ലാത്ത ഒരാൾക്ക് പോലും നാളെ സമ്പന്നനാകാൻ കഴിയും. പക്ഷേ പഠിക്കാനും വളരാനും തയ്യാറാകാത്ത ഒരാൾക്ക് എത്ര അവസരങ്ങൾ ലഭിച്ചാലും ജീവിതം മാറില്ല. പലരും വിജയത്തെ കാണുന്നു, പക്ഷേ അതിനു പിന്നിലെ ഉറക്കമില്ലാത്ത രാത്രികൾ കാണുന്നില്ല. പലരും പണം കാണുന്നു, പക്ഷേ അതിനു പിന്നിലെ ത്യാഗങ്ങൾ കാണുന്നില്ല. പലരും ഫലം കാണുന്നു, പക്ഷേ അതിനു പിന്നിലെ വർഷങ്ങളായുള്ള പരിശ്രമം കാണുന്നില്ല. നിങ്ങൾ ഇന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചിട്ടും ഫലം കാണുന്നില്ലേ? നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്ത് വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. ചിലർ വേഗത്തിലെത്തും, ചിലർ പതുക്കെ എത്തും. പക്ഷേ മുന്നോട്ട് പോകുന്നത് നിർത്താത്തവർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഞാൻ ഒരുപാട് ശ്രമിച്ചു, എന്നാൽ ഒന്നും നടക്കുന്നില്ല. അത്തരം നിമിഷങ്ങളിലാണ് പലരും സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്നത്. പക്ഷേ വിജയിക്കുന്നവർ വ്യത്യസ്തരാണ്. അവർ വീണാലും എഴുന്നേൽക്കും, പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കും. കാരണം അവർക്കറിയാം ഇന്നത്തെ വേദന നാളത്തെ ശക്തിയാകുമെന്ന്, ഇന്നത്തെ പോരാട്ടം നാളത്തെ വിജയകഥയാകുമെന്ന്. അതിനാൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. ഓരോ ദിവസവും 1% മെച്ചപ്പെടുക. ഒരു പുതിയ കാര്യം പഠിക്കുക, ഒരു പുതിയ കഴിവ് നേടുക, ഒരു പുതിയ അവസരം തേടുക. കാരണം ചെറിയ മാറ്റങ്ങളാണ് വലിയ വിജയങ്ങളായി മാറുന്നത്. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ ഇന്ന് നിങ്ങളെ ക്ഷീണിപ്പിച്ച ആ ദിവസങ്ങളാണ് നിങ്ങളെ ശക്തനാക്കിയതെന്ന് തിരിച്ചറിയും. ഇന്ന് നിങ്ങളെ കരയിച്ച അനുഭവങ്ങളാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് മനസ്സിലാകും. അന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ ഈ കഥ പറയാൻ കഴിയും. ഓർക്കുക, പണം സമ്പാദിക്കുന്നതിന് മുമ്പ് സ്വയം വളരുക. കാരണം വളരുന്ന വ്യക്തിയിലേക്ക് പണവും അവസരങ്ങളും സ്വാഭാവികമായി എത്തും. 5 വർഷത്തിനു ശേഷം നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യമല്ല, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന തീരുമാനങ്ങളാണ്. അതിനാൽ സ്വപ്നം കാണൂ, പഠിക്കൂ, പ്രവർത്തിക്കൂ. പരാജയങ്ങളെ ഭയക്കരുത്. കാരണം ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും ഞാൻ നേടിയല്ലോ എന്ന് അഭിമാനത്തോടെ പറയുന്നൊരു ദിവസം വരും.
ആ ദിവസം വരെ നിർത്തരുത്, മുന്നോട്ട് പോകൂ.